ഹലോ എവരി വൺ. ഈ വീഡിയോയിലൂടെ നമ്മൾ MS വേർഡിൻ്റെ ബേസിക് ഇൻഫർമേഷൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മൾ MS വേർഡ് എന്നും പറയും. എന്തൊക്കെയാണ് ഈ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ യൂസസ് എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, അല്ലേ, ലെറ്റേഴ്സ്, റിപ്പോർട്ട്, ബയോഡാറ്റ. അതുപോലെ തന്നെ ആനിമേഷൻ, ഗ്രാഫിക് ആനിമേഷൻസ് അല്ലെങ്കിൽ 3D ആനിമേഷൻസിനും നമ്മൾ MS വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ദെൻ അവിടെ സെർച്ച് ഓപ്ഷൻസ് ഉണ്ട്, ഓൾ പ്രോഗ്രാമിനിടയിൽ ഒരു സെർച്ച് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമ്മൾ MS വേർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് ടൈപ്പ് ചെയ്യാം. ദെൻ മൈക്രോസോഫ്റ്റ് വേർഡ് 2010 ആണ് ഈ വേർഷൻ എന്ന് പറയുന്നത്. 2010 എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് വേർഷനാണ് പറയുന്നത്. ദെൻ 2010ഉം ഏർലിയസ്റ്റ് വേർഷനും ചില ഡിഫറൻസ് ഉണ്ട്. എന്നാലും 2007 വേർഡും 2010 വേർഡിൻ്റെയും ടൂൾ ബാർ സിമിലർ ആണ്. 2010 വേർഡിന് ശേഷം ഡിഫറെൻറ്റ് വേർഷൻ വന്നിട്ടുണ്ട്, 19, 16, 2013. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ന്യൂ വേർഷൻ ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. സെയിം പ്രൊസീജിയർ തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ട് ബട്ടണിലേക്ക് പോവാം, അല്ലേ. നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം മൈക്രോസോഫ്റ്റ് വേർഡ് ഇപ്പം നിലവിൽ ഇതിൽ 2016 ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സ്ക്രീൻ കാണാം. നമുക്ക് വേർഡ്, റീസെൻറ്റ് ഡോക്യുമെൻറ്റ്സ്, ദെൻ ഡിഫറെൻറ്റ് ടെംപ്ലേറ്റ്സ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ 2007 ആൻഡ് 2010ൻ്റെത് നമുക്ക് ഡയറക്റ്റ് ഡോക്യുമെൻറ്റിലേക്ക് തന്നെ, ന്യൂ ബ്ലാങ്ക് ഡോക്യുമെൻറ്റിലേക്ക് ഡയറക്റ്റ് നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ പുതിയ വേർഷൻ സ്റ്റാർട്ട് സ്ക്രീനിങ് ന്യൂ വേർഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ 2 പാർട്ടായിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് വേർഡ് റിസെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ്. അവിടെ നിലവിൽ നമ്മൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നിലവിൽ ഞാൻ ഏത് ഡോക്യുമെൻറ്റും ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് യു ഹാവിൻറ്റ് ഓപ്പൺഡ് എനി ഡോക്യുമെൻറ്റ്സ് എന്നാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. റൈറ്റ് സൈഡിൽ ഡിഫറെൻറ്റ് ടെംപ്ലേറ്റ്സ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഡിഫറെൻറ്റ് ടെംപ്ലേറ്റ്സിൽ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് അവിടെ കാണിക്കുന്നുണ്ട്. സജസ്റ്റഡ് സെർച്ച്, ബിസിനസ്, ഇൻഡസ്ട്രി, പേഴ്സണൽ, ഡിസൈൻ, സെറ്റ്, ഇവൻറ്റ്സ്, എഡ്യൂക്കേഷൻസ്, ലേബിൾസ്. ഇപ്പോൾ എഡ്യൂക്കേഷൻസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് അതിലുള്ള ഡിഫറെൻറ്റ് ടെംപ്ലേറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലാങ്ക് ഡോക്യുമെൻറ്റ്സ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2007-10 ഡോക്യുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ സ്ക്രീനാണിപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ദെൻ ഇത്രയുമാണ് മൈക്രോസോഫ്റ്റ് വേർഡിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.